നമ്മുടെ രാജ്യത്തുള്ള എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ടാർഗറ്റ് ചെയ്യുന്നത് RSSനെയാണ്. ഇത്രയും കൂടുതൽ ആക്ഷേപങ്ങൾ കേട്ടിട്ടുള്ള പ്രസ്ഥാനം വേറെ ഇല്ല. ഏത് രാഷ്ട്രീയ പ്രസ്ഥാനം വിചാരിച്ചാലും RSS ഭാരതത്തിലെ ജനങ്ങളുടെ ഹൃദയത്തിനകത്ത് ജീവിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. എന്നാണ് RSSനകത്ത് എല്ലാ വിഭാഗം ആളുകളുണ്ട്. സവർണരുണ്ട്, അവർണരുണ്ട്. എൻ്റെ ധാരണ തെറ്റായിരുന്നു. യഥാർത്ഥത്തിൽ RSSനകത്താണ് സവർണ മേധാവിത്വം അല്ലെങ്കിൽ മറ്റേ മേധാവിത്വം ഇല്ലാത്തത് എന്നുള്ളത് എനിക്ക് അദ്ദേഹത്തിന് ഗാന്ധിജിക്ക് തന്നെ സമ്മതിക്കേണ്ടി വന്നു. ഈ ശാഖകളിൽ നടന്നത് യഥാർത്ഥത്തിൽ വ്യക്തി നിർമ്മാണമാണ്. രാജ്യസ്നേഹമുള്ള വ്യക്തികളെ നിർമ്മിക്കുക, സൃഷ്ടിക്കുക, ആ ഒരു പ്രക്രിയ ഇതിൻ്റെ ഉള്ളിൽ നടന്നിരുന്നു. പുറത്തു നിന്ന് ഇങ്ങനെ ആരോപിക്കുന്ന ആളുകൾ RSSന്റെ ശാഖയുടെ അകത്ത് വരട്ടെ. 2 തവണ നിരോധിക്കപ്പെട്ട ഒരു സംഘടനയാണ്, അതിൽ നിന്ന് വന്ന ഒരാളാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നത് എന്ന് പറയുന്നത് തന്നെ RSSന്റെ ഒരു വ്യക്തി നിർമ്മാണത്തിന്റെ ഒരു വലിയ മേന്മയായിട്ട് കാണുന്നു. നരേന്ദ്രമോദി RSSന്റെ പ്രചാരകനായിരുന്നു. RSSന്റെ ശാഖയിലേക്കൂടെ വളർന്നു വന്ന ആളാണ്. ഈ RSSന്റെ വ്യക്തി നിർമ്മാണത്തിനകത്ത് ഈ രാജ്യത്തെ സേവിക്കാനുള്ള വ്യക്തികളെ സംഘം നിർമ്മിച്ചത്. അതായത് ഈ രാജ്യത്തെ ജനങ്ങളൊക്കെ എൻ്റെ ജനങ്ങളാണെന്നുള്ള നിലയ്ക്ക് ആ ഒരു കാഴ്ചപ്പാടുമായിട്ടാണ് നരേന്ദ്രമോദി ഭരണം കൊണ്ടുപോകുന്നത്. നമ്മുടെ രാജ്യത്ത് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നമ്മൾ ഈ രാജ്യം, രാഷ്ട്രം എന്നുള്ള സങ്കല്പത്തിൽ നമ്മൾ മുമ്പോട്ട് പോകുന്നത്. അതാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ പ്രവർത്തനമായിട്ട് നമ്മൾ നടക്കുന്നത്. നമസ്കാരം ചേട്ടാ. നമസ്കാരം. രാഷ്ട്രീയ സ്വയംസേവക സംഘം RSS 2 തവണ നിരോധിക്കപ്പെട്ട ഒരു സംഘടനയായിരുന്നു. ഗാന്ധി വധത്തിന് ശേഷവും പിന്നാലെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷവും 2 പ്രാവശ്യത്തെ നിരോധനത്തിന് ശേഷവും വലിയൊരു സംഘടനയായി, ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു സംഘടനയായി വീണ്ടും RSS പൂർവാധിക ശക്തിയോടെ നിലനിൽക്കുകയാണ്. എന്താണ് RSS എന്ന സംഘടനയുടെ ഈ ഒരു വിജയത്തിന് പിന്നിലുള്ള കാര്യം? ആദ്യത്തെ 2 പ്രാവശ്യം RSSനെ നിരോധിച്ചു. ആദ്യത്തെ നിരോധനം ഗാന്ധി വധവുമായി ബന്ധപ്പെട്ടായിരുന്നു. യഥാർത്ഥത്തിൽ RSSന് അതിൽ യാതൊരു പങ്കുമില്ല. പക്ഷേ അന്ന് കോൺഗ്രസ്സുകാർ ഈ RSSന്റെ പ്രവർത്തനത്തിന് തടയിടാൻ വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് അന്ന് നെഹ്റു ഗവൺമെൻറ് RSSനെ നിരോധിച്ചു. അന്നത്തെ സർസംഘചാലക്കായിരുന്ന ശ്രീ ഗുരുജി ഗോൾവാൾക്കർ അദ്ദേഹത്തിനെ ജയിലിലടച്ചു. വ്യാപകമായി ജയിലിലടക്കലോ അതുപോലെ കാര്യങ്ങൾ ഉണ്ടായില്ലെങ്കിൽ പോലും RSSന്റെ പ്രവർത്തനം, അന്നും RSSന്റെ പ്രവർത്തനം അദ്ദേഹം ചെയ്തത് RSSന്റെ പ്രവർത്തനം നിർത്തിവെച്ചു, പൂർണ്ണമായും നിർത്തിവെച്ചു. പക്ഷേ അതിനെതിരായി പ്രതിഷേധിക്കണം എന്നുള്ള നിലയ്ക്ക് ചില പ്രതിഷേധങ്ങളും സമരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ആ പ്രതിഷേധ ശ്രമങ്ങളുടെ ഫലമായിട്ട് അറസ്റ്റും ജയിൽവാസവും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് കോടതി വിധി വന്ന സമയത്ത് RSSന് ഈ ഗാന്ധി വധത്തിൽ യാതൊരു ബന്ധവുമില്ല എന്ന് കോടതി വിധിച്ചതിൻ്റെ ഫലമായിട്ട് കുറേ കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് സർക്കാർ തന്നെ, അന്നത്തെ നെഹ്റു സർക്കാർ തന്നെ അതിൻ്റെ നിരോധനം പിൻവലിച്ചു. സ്വാഭാവികമായിട്ടും വീണ്ടും സംഘം അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും പൂർണ്ണമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി. അതങ്ങനെ വളരുന്ന സമയത്താണ് RSSന്റെ വളർച്ച കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരെ ഭയപ്പെടുത്തുന്ന തരത്തിലുള്ളൊരു വളർച്ചയായിരുന്നു. അത് ജനഹൃദയങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലുന്നൊരു സംവിധാനമുണ്ടായി. അത് ഒക്കെ വന്നപ്പോഴാണ് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ 2 പ്രധാന കാരണങ്ങൾ പറഞ്ഞിരുന്നു. ഒന്ന്, ഇന്ദിരാഗാന്ധിക്കെതിരായിട്ടുള്ള അവരുടെ അഴിമതിക്കെതിരായിട്ടുള്ള പ്രക്ഷോഭണ സമരങ്ങൾ ഇന്ത്യയിൽ പൊട്ടിപ്പുറപ്പെട്ടു. അതൊന്ന്. രണ്ടാമത് അലഹബാദ് ഹൈക്കോടതിയിലെ വിധി. ഈ 2 കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു. അതോടൊപ്പം തന്നെ മൂന്നാമതൊരു സംഭവം, RSS എന്ന് പറയുന്ന പ്രസ്ഥാനം ഈ രാജ്യത്ത് വളരെ ഗ്രാമാന്തരങ്ങളിൽ വേരോടുന്നു എന്നുള്ള നിലയിൽ അത്തരമൊരു സാഹചര്യം വന്നപ്പോൾ ഈ RSS വളർന്നു വന്നാൽ നാളെ തൻ്റെ കോൺഗ്രസിനും തനിക്കും തൻ്റെ ഭരണത്തിനും തൻ്റെ കുടുംബത്തിനും ഒക്കെ പ്രശ്നമാകുമോ എന്നുള്ളൊരു തോന്നലും അവരെ ഭയപ്പെടുത്തിയിരുന്നു. അപ്പോൾ എല്ലാം കൂടി ഒത്തുവന്ന അവസരത്തിലാണ് 2ാമത്തെ നിരോധനം ഉണ്ടായത്. അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ കുത്തി നിറയ്ക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പലരെയും ജയിലിൽ സ്ഥലമില്ലാണ്ട് തൂണുകളിൽ വരെ കെട്ടിയിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെയൊക്കെ എങ്ങനെയാണ് അതിജീവിക്കാൻ സാധിച്ചത്? അപ്പോൾ അതൊക്കെ ഞങ്ങൾ സംഘത്തിൻ്റെ ശാഖയിൽ പോയ സമയത്ത് സംഘത്തിൻ്റെ ശാഖയിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതായത് ഞങ്ങൾ ശാഖയിൽ പരിപാടി എന്ന് വെച്ചാൽ ഞങ്ങൾ കളികൾ, വിവിധ തരത്തിലുള്ള കളികൾ, അതായത് യുവാക്കന്മാരും ബാല സ്വയംസേവകരും ഉണ്ടാകുമ്പോൾ വിവിധ തരത്തിലുള്ള കളികൾ, വ്യായാമം ചെയ്യൽ, അതുപോലെ തന്നെ അതായത് ദേശഭക്തി ഗാനങ്ങൾ പാടുകൽ, അതുപോലെ തന്നെ പ്രാർത്ഥന പാടൽ, ഇത്തരം നടപടികളൊക്കെ ആണെങ്കിൽ കൂടി ആ ശാഖയിൽ പങ്കെടുക്കുന്ന ആളുകളൊക്കെ തമ്മിൽ ഒരു മാനസികമായിട്ടുള്ള ഒരു നല്ല തരത്തിലുള്ളൊരു ബന്ധവും ഐക്യവും ഒക്കെ നിലനിർത്താൻ സാധിച്ചു എന്നുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഈ അനുഭവിക്കേണ്ടി വന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടി വന്ന അതൊന്നും അത്ര വലിയ പ്രശ്നമായിട്ട് ഞങ്ങൾ കണക്കാക്കിയിട്ടില്ല. ഞങ്ങളൊക്കെ സ്വയം തയ്യാറായതാണ്. ആരും ഞങ്ങളെ പ്രേരിപ്പിച്ച് നിങ്ങൾ പോയേ പറ്റൂ അങ്ങനെയൊന്നും ആരെയും നിർബന്ധിച്ചിട്ടില്ല. സ്വയം ഈ സമരത്തിൽ പങ്കെടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞവരാരെയാണോ അവരെയാണ് ഈ സമരത്തിൽ പങ്കെടുപ്പിച്ചത്. അല്ലാതെ സംഘടന നിർബന്ധിച്ച ഒരാളെ പോലും ഇതിലേക്ക് അയച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ സ്വയം സന്നദ്ധരായി പോയവരാണ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത.
നേരത്തെ പറഞ്ഞല്ലോ RSS ശാഖയിൽ കളികൾ, വ്യായാമം, പ്രാർത്ഥന തുടങ്ങിയ കാര്യങ്ങളുണ്ട്. ഇങ്ങനെ ഇത്തരത്തിലുള്ള ഒരു കാര്യം കൊണ്ട് ഈ സംഘടന എങ്ങനെയാണ് ഇത്രയും വിപുലീകരിക്കാൻ സാധിച്ചത്, വ്യാപിച്ചത് എങ്ങനെയാണ്? അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശാഖ അല്ലെങ്കിൽ വ്യായാമം, അതൊക്കെ എന്താ പറയുക, ദേശഭക്തി ഗാനങ്ങൾ, പ്രാർത്ഥന, അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൂടി ഒരു ഒരു പരിധിവരെ, അതായത് ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഞങ്ങളൊക്കെ ഈ സംഘത്തിൻ്റെ സ്വയം സേവകർ തമ്മിലുള്ള ഒരു ആത്മബന്ധം, പരസ്പര ബന്ധം, സാഹോദര്യ ബന്ധം, ഇതൊക്കെ വളർത്തിയതിൻ്റെ ഫലമായിട്ട് അതുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ സംഘം ഈ കൂട്ടത്തിൽ ഇതിലൂടെ, അതായത് വളരെ 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 അന്നത്തെ ഞങ്ങളുടെ സംഘസ്ഥാപകനായിട്ടുള്ള ഡോക്ടർ ജി, അദ്ദേഹം വളരെ വലിയ നിലയ്ക്ക് ചിന്തിച്ചിട്ട് ഈ ശാഖകളിൽ കൂടി ഒരു ആൾ പുറത്ത് വന്ന് നോക്കുന്ന സമയത്ത് അവിടെ കുറേ ആളുകൾ കുറേ യുവാക്കന്മാർ കളിക്കുന്നു, അല്ലെങ്കിൽ അവർ എന്താ വ്യായാമം ചെയ്യുന്നു, പാട്ട് പാടുന്നു, പ്രാർത്ഥന പാടുന്നു, ഇതൊക്കെ നോക്കുന്നവർക്ക് ഇതെന്ത് സംഭവമാണ് എന്നുള്ള നിലയ്ക്ക് തോന്നിയിരുന്നെങ്കിലും, പക്ഷേ സംഘസ്ഥാപകനായിട്ടുള്ള ഡോക്ടർ ജി, അദ്ദേഹത്തിൻ്റെ ഒരു വീക്ഷണം ഈ കാര്യത്തിലുണ്ടായിരുന്നു. അദ്ദേഹം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇടയിൽ വ്യക്തി നിർമ്മാണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം കൂടെ ഇതിനിടയിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് ആരോടും നിങ്ങൾ നല്ല വ്യക്തിയാവണം, നിങ്ങൾ ഇങ്ങനെ ആയിരിക്കണം, അങ്ങനെ ആയിരിക്കണം എന്ന് ഞങ്ങളോട് പ്രസംഗിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അത് സംബന്ധിച്ച്. പക്ഷേ സ്വയം ജീവിതത്തിൽ ഇതിൻ്റെ പ്രവർത്തകന്മാർ, നേതാക്കന്മാർ, പ്രവർത്തകന്മാരൊക്കെ കാണിച്ചു തന്നു. അപ്പോൾ ഞാനൊക്കെ സംഘത്തിൽ വന്നതിന് ശേഷം സംഘത്തിൻ്റെ പ്രവർത്തകനായിരുന്നു, വളരെ സജീവമായിട്ട് അപ്പോൾ നമ്മളെയൊക്കെ കണ്ട് നമ്മുടെ താഴെയുള്ള പിൻതലമുറ പ്രവർത്തനത്തിൽ വളരെ സജീവമായി. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി നിർമ്മാണം എന്നുള്ള ഒരു നിലയിലുള്ള ഒരു പ്രക്രിയ, അത് വളരെ സൈലൻ്റായിട്ട്, വളരെ നിശബ്ദമായിട്ട് അത് നടന്നിരുന്നു. അതുകൊണ്ട് ഞങ്ങളിവിടെ ഇങ്ങനെ വ്യക്തികളെ വാർത്തെടുക്കുകയാണെന്നൊന്നും RSS ആഹ്വാനം ചെയ്തിട്ടില്ല. പക്ഷേ ഈ ശാഖകളിൽ നടന്നത് യഥാർത്ഥത്തിൽ വ്യക്തി നിർമ്മാണമാണ്. അതായത് രാജ്യസ്നേഹമുള്ള വ്യക്തികളെ നിർമ്മിക്കുക, സൃഷ്ടിക്കുക, ആ ഒരു പ്രക്രിയ ഇതിൻ്റെ ഉള്ളിൽ നടന്നിരുന്നു. അതൊന്നും ഡോക്ടർ ജി അതൊന്നും പ്രഖ്യാപിച്ചിരുന്നില്ല. പക്ഷേ അതായത് യഥാർത്ഥത്തിൽ സംഘത്തിൻ്റെ ഉദ്ദേശം തന്നെ ഈ രാജ്യത്ത് അതായത് വ്യക്തികളെ നിർമ്മിക്കുക, ഈ രാജ്യസ്നേഹമുള്ള വ്യക്തികളെ നിർമ്മിക്കുക എന്നുള്ള പ്രക്രിയയാണ് ചെയ്തത്. അതിൽ നിന്നാണ് സ്വാഭാവികമായിട്ടും സംഘത്തിൻ്റെ മുഴുവൻ സമയ പ്രവർത്തകന്മാരായിട്ട് പ്രചാരകന്മാരും മറ്റു ആളുകളുമൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാഹചര്യം ഉണ്ടായത്. അഖണ്ഡ ഭാരത സങ്കല്പമാണ് RSS മുന്നോട്ട് വെക്കുന്നതെന്ന് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് പറയുക? അതായത് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ അഖണ്ഡ ഭാരതം എന്ന് പറയുന്ന സമയത്ത് കുറേ രാജ്യങ്ങൾ, ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ മുസ്ലിം ലീഗിനെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട് അന്ന് മുഹമ്മദ് അലി ജിന്നയൊക്കെ കോൺഗ്രസ്സിൽ ബലം പിടിച്ചു. മഹാത്മാഗാന്ധി, നെഹ്റുവിന് പ്രധാനമന്ത്രി ആയാൽ മതിയായിരുന്നു. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ പാകിസ്ഥാനൊക്കെ വെട്ടിമുറിച്ചു. അതിനിടയിൽ ആ സമയത്ത് തന്നെ ഏറെക്കുറെ നമ്മുടെ ബർമ്മ, സിക്കിം, അതുപോലെ തന്നെ ഇപ്പുറത്ത് അഫ്ഗാനിസ്ഥാൻ, ഇതൊക്കെ ഉൾപ്പെടുന്നതായിരുന്നു ശരിക്ക് ഭാരതം എന്ന് പറയുന്ന രാഷ്ട്രം. അപ്പോൾ ഈ ഒരു വിഘടനവാദം കൊണ്ടുവന്ന് ഞങ്ങൾക്ക് പ്രത്യേക രാഷ്ട്രം വേണം എന്ന് പറഞ്ഞ് മുസ്ലിങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് മുഹമ്മദ് അലി ജിന്നയാണ് അതിൻ്റെ മുൻപിൽ നിന്നത്. പക്ഷേ എനിക്ക് പ്രധാനമന്ത്രി ആവണമെന്നുള്ള വന്നപ്പോൾ, നിങ്ങൾ വെട്ടിമുറിച്ചാലും വേണ്ടില്ല, എന്ത് വന്നാലും വേണ്ടില്ല, എനിക്ക് പ്രധാനമന്ത്രി ആയാൽ മതി എന്നുള്ള നിലയ്ക്ക് നെഹ്റുവൊക്കെ അതിന് വഴങ്ങേണ്ടി വന്നു. അങ്ങനെ വഴങ്ങി. അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഈ പാകിസ്ഥാൻ പോലെയുള്ള ഒരു ഭീകര രാഷ്ട്രം ഉണ്ടായത്. സ്വാഭാവികമായിട്ടും ഒരു കാര്യം അതിനകത്ത് എടുത്ത് പറയേണ്ടത്, ഇനി ഇവിടുന്ന് ഭാഗം വെച്ച് അവർ പോയി, ഞങ്ങൾക്ക് പ്രത്യേക രാജ്യം വേണമെന്ന് പറഞ്ഞ് മുഴുവൻ പേര് പോയില്ല. അതിൻ്റെ പേരിൽ, വിഭജനത്തിൻ്റെ പേരിൽ രാജ്യത്ത് ഒരുപാട് കൂട്ടക്കൊലകൾ നടന്നു. അതായത് പാകിസ്ഥാനിലുള്ളവർ ഇങ്ങോട്ടോ അങ്ങോട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അതിർത്തി സംസ്ഥാനങ്ങളിൽ ഒരുപാട് കൂട്ടക്കൊലകൾ ഇതിൻ്റെ പേരിൽ ഈ പ്രസ്ഥാനങ്ങൾ, മുസ്ലിം സംഘടനകളും അതുപോലെ പ്രസ്ഥാനങ്ങളും ഒക്കെ നടത്തിയിരുന്നു. അപ്പോൾ പക്ഷേ കുറേ ആളുകൾ ഇപ്പുറത്തേക്ക് വന്നു, നമ്മുടെ ആളുകൾ. ഇപ്പോഴും അവിടെ അറിയാം, അന്ന് ശരിക്കും പറഞ്ഞാൽ 38% ഉണ്ടായിരുന്നത് ഇപ്പോൾ 3% ചുരുങ്ങി പാകിസ്ഥാനിലെ ഹിന്ദു സമൂഹം. കാരണം ഒന്നുമില്ലെങ്കിൽ മതം മാറണം, അല്ലെങ്കിൽ വധിക്കപ്പെടുന്നു. അപ്പോൾ ഈ അഖണ്ഡ ഭാരതം എന്ന് പറയുമ്പോൾ ശ്രീലങ്ക ഉൾപ്പെടെയുള്ള ഈ രാജ്യങ്ങളൊക്കെ ഒരു ഒറ്റ ഭാരതം എന്നാണ് നമ്മുടെ സംഘത്തിൻ്റെ കാഴ്ചപ്പാടും വീക്ഷണവും. അതനുസരിച്ചാണ് സംഘം പ്രവർത്തിച്ചു വന്നത്. പക്ഷേ രാഷ്ട്രീയക്കാർ, അവരുടെ രാജ്യം ഭരിച്ചിരുന്ന നെഹ്റു കുടുംബവും അവരുടെ താല്പര്യം ഈ രാജ്യം വെട്ടിമുറിച്ചാലും വേണ്ടില്ല, എത്ര കഷ്ണമായാലും വേണ്ടില്ല, ഞങ്ങൾക്ക് പ്രധാനമന്ത്രി ആവണം, അതായിരുന്നു അവരുടെ താല്പര്യം. അതുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ ദുർഗതി വന്നത്. പക്ഷേ ഒരു കാര്യം വ്യക്തമായിട്ട് പറയാനുള്ളത്, അങ്ങനെയൊക്കെ ഇവിടുന്ന് ഭാഗം വെച്ച് 2 പാകിസ്ഥാനായി, പിന്നെ അത് ബംഗ്ലാദേശായി, പാകിസ്ഥാനായി, അങ്ങനെയൊക്കെ പോയെങ്കിലും ഇന്ന് ആ രാജ്യങ്ങൾ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങിയിട്ടില്ല. 47 ശേഷം ഭാഗം വാങ്ങി ഇവിടുന്ന് പോയ ആളുകൾക്ക് ഒരു ദിവസം പോലും സ്വസ്ഥമായിട്ട് അവിടെ ഉറങ്ങാൻ സാധിക്കില്ല. പാകിസ്ഥാനിൽ തന്നെ അതിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം, അവിടെ വരുന്ന പ്രധാനമന്ത്രിമാരെ വധിക്കപ്പെടുന്നു, പട്ടാളം ഭരണം ഏറ്റെടുക്കുന്നു, പിന്നെ വേറെ ജനാധിപത്യ ഭരണം വരുന്നു, അവരെ കൊല്ലുന്നു, ഇവരെ കൊല്ലുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുത്തെ ഭരണാധികാരികൾ, ഇപ്പോൾ ബംഗ്ലാദേശിൽ ഏറ്റവും അവസാനം ഉണ്ടായ സംഭവങ്ങൾ അറിയാമല്ലോ. അവിടുത്തെ പ്രധാനമന്ത്രിക്ക് ഇന്ത്യയിൽ അഭയം തേടേണ്ടി വന്നു. അപ്പോൾ വെട്ടിമുറിച്ച് ഞങ്ങൾക്ക് ഭാഗം വേണമെന്ന് പറഞ്ഞ് ഭാഗം മേടിച്ച് പോയവർ സ്വസ്ഥമായിട്ട് ഇന്നുവരെ ഉറങ്ങിയിട്ടില്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ച്
നമ്മുടെ രാജ്യത്ത് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നമ്മൾ ഈ രാജ്യം രാഷ്ട്രം എന്നുള്ള സങ്കല്പത്തിൽ നമ്മൾ മുമ്പോട്ട് പോകുന്നു. അതാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ പ്രവർത്തനമായിട്ട് നമ്മൾ നടക്കുന്നത്. RSS എന്ന സംഘടനയിൽ വ്യക്തി നിർമ്മാണമാണ് ശാഖകളിലൂടെ നടത്തിയതെന്ന് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, RSSൻ്റെ ശാഖയിലൂടെ വ്യക്തി നിർമ്മാണമാണ് ഡോക്ടർജി ഉദ്ദേശിച്ചത്. അത് പൂർണ്ണമായിട്ടും അദ്ദേഹം ആ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ആ സങ്കല്പം വളരെ 100% വിജയിച്ചു എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം RSSൻ്റെ പ്രവർത്തനം കൊണ്ട് അതായത് ഈ രാജ്യസ്നേഹമുള്ള ഒരുപാട് വ്യക്തികളെ നിർമ്മിക്കാൻ സാധിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് എന്താ പറയുക, ഇത് RSSൻ്റെ 100-ാം വർഷമാണ്. പക്ഷേ 90 വർഷം ആയപ്പോൾ തന്നെ, 100-ാം വർഷം ആവേണ്ട 90 വയസ്സും ആയപ്പോൾ തന്നെ RSSകാരനായിട്ടുള്ള അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായി ഈ രാജ്യത്ത് വന്നിരുന്നു. പക്ഷേ ആ ഗവൺമെൻറ് ചില എന്താ പറയുക തർക്കങ്ങൾ കാരണം കൊണ്ട് പോയി. പക്ഷേ എടുത്തു പറയേണ്ടത് ഇപ്പോൾ ഈ 90 വർഷം എന്ന് പറഞ്ഞാൽ 2014, ഇപ്പോൾ 25-ആണ്, 2014 ശ്രീ നരേന്ദ്രമോദി സർക്കാർ കേവല ഭൂരിപക്ഷത്തോടുകൂടി ഈ രാജ്യത്തെ പ്രധാനമന്ത്രിയായിട്ട് വന്നു. നരേന്ദ്രമോദി RSSൻ്റെ പ്രചാരകനായിരുന്നു, RSSൻ്റെ ശാഖയിലേക്കൂടെ വളർന്നു വന്ന ആളാണ്. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ മന്ത്രിമാർ, ഗവർണർമാർ എന്ന് വേണ്ട ഇവരൊക്കെ ഈ RSSൻ്റെ വ്യക്തി നിർമ്മാണത്തിനകത്ത് ഈ രാജ്യത്തെ സേവിക്കാനുള്ള വ്യക്തികളെ സംഘം ഈ ഇങ്ങനത്തെ വ്യക്തികളെ നിർമ്മിച്ചത് കൊണ്ടാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് മന്ത്രിമാർ, ഗവർണർമാർ എന്ന് വേണ്ട ഈ വ്യക്തി നിർമ്മാണം എന്നുള്ള ലക്ഷ്യം അന്ന് 1925 സംഘം തുടങ്ങിയപ്പോൾ അദ്ദേഹം ഡോക്ടർജി വ്യക്തികളെ നിർമ്മിക്കണം എന്ന് ഉള്ള സങ്കല്പത്തോടുകൂടി തുടങ്ങിയത് കൊണ്ടാണ് ഇന്ന് രാജ്യത്തെ ഈ ഭരണം നിയന്ത്രിക്കുമ്പോൾ ഈ രാജ്യത്തിനോട് സ്നേഹമുള്ള ഒരു ഭരണ സംവിധാനം ഇന്നല്ലെങ്കിൽ നാളെ ഭാവിയിൽ ഈ രാജ്യത്ത് വരും എന്നുള്ള കാഴ്ചപ്പാടോടുകൂടിയിട്ട് അദ്ദേഹം ആ പ്രവർത്തനം വളരെ എന്താ പറയുക സൈലൻ്റായിട്ട് ആ പ്രവർത്തനം കൊണ്ടുപോയതുകൊണ്ടാണ് ഇന്ന് ഇത് സാധിച്ചത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി, രാജ്യരക്ഷാമന്ത്രി എന്ന് വേണ്ട മന്ത്രിസഭയിലെ എല്ലാവരും തന്നെ, ഇപ്പോൾ മറ്റ് ഇതര പാർട്ടികളിൽ നിന്ന് ഇടക്കാലത്ത് ചിലർ വന്നിട്ടുണ്ട്. അതുകൂടാതെ ഇന്ന് കേന്ദ്ര ഗവൺമെൻറ്റിനകത്ത് നിരവധി ആളുകൾ സംഘത്തിൻ്റെ സ്വയംസേവകന്മാരായിട്ടുള്ള ആളുകൾ സംഘപ്രവർത്തനത്തിലൂടെ സംഘം വാർത്തെടുത്ത വ്യക്തികളാണ്. നരേന്ദ്രമോദി ഒരു സുപ്രഭാതത്തിൽ വന്നതല്ല, അദ്ദേഹം സംഘത്തിൻ്റെ സ്വയംസേവകനാണ്, പ്രചാരകനാണ്. സംഘപ്രവർത്തനത്തിലൂടെയാണ് അദ്ദേഹത്തിന് ഇന്ന് ഈ രാജ്യത്തിന് മാത്രമല്ല, ഇപ്പോൾ അദ്ദേഹം ഇപ്പോഴത്തെ നമ്മുടെ വാർത്താ മാധ്യമങ്ങൾ അറിയാം, അദ്ദേഹം ലോകത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്, അല്ലാതെ കേവലം ഒരു ഇന്ത്യയുടെ പ്രധാനമന്ത്രി അല്ല. അപ്പോൾ ആ നിലയിലേക്ക് അങ്ങനെ ഒരു വ്യക്തിയെ വളർത്തിക്കൊണ്ടുവരാൻ സാധിച്ചത് RSSൻ്റെ വ്യക്തി നിർമ്മാണം എന്നുള്ള പ്രക്രിയയിലൂടെ വന്നത്. അപ്പോൾ അതുകൂടാതെ ഇപ്പോൾ 14-15 അതായത് കോൺഗ്രസിൻ്റെ 3 സർക്കാരുകൾ ഒഴിച്ചാൽ ബാക്കി സംസ്ഥാനങ്ങളിലൊക്കെ RSSൻ്റെ പ്രവർത്തകന്മാരായി വളർന്നു വന്ന ആളുകൾ പ്രധാനമന്ത്രിമാരാണ്, ഗവർണർമാരാണ് എന്ന് വേണ്ട ഈ രാജ്യത്ത് ഒരുപക്ഷേ ഈ രാജ്യം ഇന്നത്തെ സാഹചര്യത്തിൽ ഈ രാജ്യം നിയന്ത്രിക്കുന്നത് തന്നെ RSSകാരാണ്, RSSൻ്റെ പ്രവർത്തകന്മാരാണ്. ഇവർക്ക് എങ്ങനെ ഈ ഊർജ്ജവും ഇതും കിട്ടിയെന്ന് വെച്ചാൽ RSSൻ്റെ ശാഖയിലൂടെ ഡോക്ടർജിയുടെ സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളർത്തിക്കൊണ്ടുവരാൻ സാധിച്ച ആളുകളാണ് ഈ രാജ്യത്തിൻ്റെ. കാരണം അവർക്ക് വ്യക്തിപരമായ താല്പര്യമില്ല. എൻ്റെ കുടുംബം, ഭാര്യ, ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ കേരള മുഖ്യമന്ത്രിയൊക്കെ കുറിച്ചറിയാം, എൻ്റെ ഭാര്യ, എൻ്റെ മകള്, അവർക്കൊക്കെ കൂടുതൽ സാമ്പത്തികത ഉണ്ടാവണം എന്നുള്ള നിലയ്ക്ക് ചിന്തിക്കുന്ന അത് മാറിയിട്ട് ഈ രാജ്യത്തിന് വേണ്ടി എനിക്കെന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ള നിലയിൽ വളരെ 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 ത്യാഗപൂർണമായ ജീവിതം നയിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ഉന്നതിയിലേക്ക് നയിക്കാൻ വേണ്ടി നമുക്കൊരു പക്ഷേ എടുത്തു പറയാൻ പോലും പറ്റാത്ത തരത്തിൽ കഴിഞ്ഞ 2014 മുതൽ ഇപ്പോൾ 25 വരെ ഈ രാജ്യത്തുണ്ടായ വികസനങ്ങൾ അദ്ദേഹത്തിന് അതിനുള്ള ഊർജ്ജം, നരേന്ദ്രമോദിക്ക് അതിനുള്ള ഊർജ്ജം കിട്ടിയത് RSSൻ്റെ ശാഖയിൽ നിന്നാണ്. അതാണ് അതിൻ്റെ ഏറ്റവും എടുത്തു പറയേണ്ട പോയിന്റ്. 2 തവണ നിരോധിക്കപ്പെട്ട ഒരു സംഘടനയാണ്, അതിൽ നിന്ന് വന്ന ഒരാളാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നത് എന്ന് പറയുന്നത് തന്നെ RSSൻ്റെ ഒരു വലിയ വ്യക്തി നിർമ്മാണത്തിൻ്റെ ഒരു വലിയ മേന്മയായിട്ട് കാണുന്നില്ല. തീർച്ചയായിട്ടും അതുകൊണ്ടാണല്ലോ അതുകൊണ്ടാണ് 2 നിരോധനങ്ങൾ ഉണ്ടായി. അത് മാത്രമല്ല ഇത്രയും കൂടുതൽ, അതായത് നമ്മുടെ രാജ്യത്ത് ഇത്രയും കൂടുതൽ ആക്ഷേപങ്ങൾ കേട്ടിട്ടുള്ള പ്രസ്ഥാനം വേറെ ഇല്ല. കാരണം ഫാസിസ്റ്റാണ്, വർഗീയമാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും, അതായത് നമ്മുടെ രാജ്യത്തുള്ള എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ടാർഗറ്റ് ചെയ്യുന്നത് RSSനെയാണ്. RSS അങ്ങനെയാണ്, RSS ഇങ്ങനെ. ഇന്ന് RSSനെ ഇന്നിപ്പം വാർത്താ ചാനലുകൾ നമ്മളിന്ന് കാണാൻ നോക്കുമ്പോൾ അനുകൂലമായാലും പ്രതികൂലമായാലും എന്ത് വിഷയം വന്നാലും അതിന് RSS അതിനകത്തൊരു കക്ഷിയാണെന്ന് വെച്ചാൽ RSSനെ കുറിച്ച് പറയാതെ തീരില്ല. ആ RSSകാർ അങ്ങനെയാണ്, RSSകാർ ഇങ്ങനെയാണെന്ന് പ്രതിപക്ഷ രാഷ്ട്രീയ അങ്ങനെ ശക്തമായ 100% പുറത്തുള്ള രാഷ്ട്രീയ പാർട്ടികൾ, പ്രതിപക്ഷ പാർട്ടികളൊക്കെ RSSനെ എതിർത്തിട്ടും RSS ഈ രാജ്യത്തെ ജനങ്ങളുടെ, ഞാൻ നേരത്തെ പറഞ്ഞു, RSS ഈ രാജ്യത്തെ ജനങ്ങളുടെ മനസ്സിൽ കുടികൊള്ളുന്നു, ജനങ്ങളുടെ മനസ്സിൽ കയറിപ്പറ്റി. ഇനി അത് അവിടെ നിന്ന് തുടച്ചു നീക്കാനായിട്ട് ആരെക്കൊണ്ടും സാധിക്കില്ല. ഏത് രാഷ്ട്രീയ പ്രസ്ഥാനം വിചാരിച്ചാലും RSS ഭാരതത്തിലെ
ജനങ്ങളുടെ ഹൃദയത്തിനകത്ത് ജീവിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് 100-ാം വർഷം വരുമ്പോഴും RSSനെ സംബന്ധിച്ചിടത്തോളം അതൊരു ആഘോഷമല്ല, RSSൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു വിജയമാണ്. ഈ രാജ്യത്ത് RSS വിഭാവനം ചെയ്യുന്ന തരത്തിലുള്ള വ്യക്തികളെ നിർമ്മിച്ച് ഈ രാജ്യത്തിൻ്റെ ഭരണചക്രം തിരിക്കുന്നത് RSSകാരാണെന്ന് പറയുന്നതിൽ ഞങ്ങളൊക്കെ അഭിമാനിക്കുന്നു. കാരണം ഡോക്ടർ ജിയുടെ അന്നത്തെ 25-ൽ സംഘം തുടങ്ങിയപ്പോഴുള്ള ഡോക്ടർ ജിയുടെ കാഴ്ചപ്പാട് വളരെ ദീർഘവീക്ഷണത്തോടെ അദ്ദേഹം അന്ന് 25-ൽ അത് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ 90-ാം വർഷം ആയപ്പോഴത്തേക്കും ഭരണചക്രമൊക്കെ തിരിക്കുന്നത് RSSകാരായിട്ട് മാറിയത്. അങ്ങനെ ഈ 100-ാം വർഷം വരുന്ന സമയത്തും RSSൻ്റെ പ്രവർത്തകന്മാർ ഈ രാജ്യത്തിൻ്റെ എല്ലാ നിലയിലും നോക്കുന്ന സമയത്തും അതൊക്കെ കാണുമ്പോൾ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിക്കാർക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ വിവിധ തരത്തിലുള്ള, ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരു മന്ത്രി അവിടെ ഭാരതമാതാവിൻ്റെ പടം വെച്ചു, ഞാൻ അവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഇറങ്ങിപ്പോയി, അല്ലെങ്കിൽ അദ്ദേഹം വന്നില്ല. അങ്ങനെ വിവാദങ്ങൾ ഉണ്ടാക്കുന്നു, വെറുതെ ആവശ്യമില്ലാത്ത ചില വിവാദങ്ങൾ ഉണ്ടാക്കണം. പിന്നെ മറ്റൊരു കാര്യം, കഴിഞ്ഞ ഈ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും RSSനെ കുറിച്ചും അല്ലെങ്കിൽ ഈ ഗവൺമെൻറ്റിനെ കുറിച്ചും മോദിയെക്കുറിച്ചുമൊക്കെ നിരവധി ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉന്നയിച്ചു. പക്ഷേ കഴിഞ്ഞ 10 വർഷത്തിന് ശേഷം ഇപ്പോൾ 3-ാം മോദി സർക്കാർ വന്ന സമയത്ത് ഈ രാജ്യത്തൊരു വർഗീയ കലാപം ഉണ്ടായിട്ടില്ല. ഈ രാജ്യത്ത് അപ്പോൾ മോദി പ്രധാനമന്ത്രി ആയാലും ഇവിടെ മറ്റിതര മതസ്ഥരെയൊക്കെ കൊന്ന് കടലിൽ തള്ളും, ഇതാണെന്നൊക്കെ പറഞ്ഞ് കുറേ ആളുകൾ പ്രചരിപ്പിച്ചു. ഒന്നും സംഭവിച്ചില്ല. അതായത് ഈ രാജ്യത്ത് തുല്യനീതി, എല്ലാവർക്കും ഒരുപോലെ നീതി. ഇപ്പോൾ കേരളത്തിലൊക്കെ നോക്കുന്ന സമയത്ത് മതാടിസ്ഥാനത്തിലാണ് ഇവിടെ ആനുകൂല്യങ്ങൾ നൽകുന്നത്. ഈ മതത്തിൽപ്പെട്ട ആളുകൾക്ക് വാരിക്കോരി കൊടുക്കുന്നു, മറ്റേ 2 മതങ്ങൾക്ക് കൊടുക്കുന്നില്ല. അങ്ങനത്തെ ഒരു സമ്പ്രദായം. അതായത് വോട്ടിന് വേണ്ടി വോട്ട് കിട്ടാനും അവർക്ക് മന്ത്രിമാരാവാനും അവരുടെ രാഷ്ട്രീയം നിലനിർത്താനും വേണ്ടിയിട്ട് എന്ത് തോന്നിവാസവും കാണിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ആരെയും പ്രത്യേകം പ്രീണിപ്പിക്കുന്നില്ല. നിങ്ങൾ വോട്ട് ചെയ്താലും ചെയ്തില്ലെങ്കിലും ഞാൻ പൊതുവായിട്ടുള്ള, അതായത് ഈ രാജ്യത്തെ ജനങ്ങളൊക്കെ എൻ്റെ ജനങ്ങളാണെന്നുള്ള നിലയ്ക്ക് ആ ഒരു കാഴ്ചപ്പാടോടാണ് നരേന്ദ്രമോദി ഭരണം കൊണ്ടുപോകുന്നത്. അത് വളരെ വിജയകരമായിട്ട് 11-ാമത്തെ വർഷം, ഇപ്പോൾ ഇന്നലെ 2 ദിവസത്തിനകത്ത് അത് 11-ാമത്തെ ദിവസം കവർ ചെയ്തു. തീർച്ചയായിട്ടും ഇതിൻ്റെ ഒക്കെ പിന്നിൽ പ്രവർത്തിച്ച ശക്തി തീർച്ചയായിട്ടും RSS ആണ് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമില്ല. ജനങ്ങളും ഇത് അംഗീകരിക്കുന്നുണ്ട്. പിന്നെ രാഷ്ട്രീയക്കാർ അവിടെ ഇവിടെയൊക്കെ കിടന്ന് കുരയ്ക്കുന്നുണ്ട്. അത് പക്ഷേ ജനത്തിന് അതത്ര വലിയ പ്രശ്നമൊന്നുമല്ല. അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. RSS സവർണരുടെ സംഘടനയാണെന്നൊരു ആക്ഷേപം ഉയരുന്നുണ്ട്, അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? അത് ശരിക്കും പറഞ്ഞാൽ RSSനെ അടുത്തറിയാത്ത ആളുകളാണ് അത്തരം ഈ രാഷ്ട്രീയക്കാരൊരു ആരോപണം പറയുന്നത്. RSSനകത്ത് എല്ലാ വിഭാഗം ആളുകളുണ്ട്, സവർണരുണ്ട്, അവർണരുണ്ട്. ഇപ്പം ഞങ്ങളൊക്കെ സംഘത്തിൻ്റെ ശാഖയിൽ പോകുമ്പോൾ എല്ലാവരും ഒരുമിച്ച് കളിക്കുന്നു, ഒരുമിച്ച് ജീവിക്കുന്നു. RSSൻ്റെ ക്യാമ്പുകളിൽ ഞങ്ങൾ ഒരുമിച്ച് പോകുന്നു. ഞങ്ങളതിനകത്ത് എണ്ണം എടുക്കാറില്ല, ഇത് എത്ര സവർണരുണ്ട്, എത്ര അവർണരുണ്ട്. ഇങ്ങനെ ഈ ആക്ഷേപങ്ങൾ, RSSനെ കുറിച്ച് ഈ ആക്ഷേപം വന്ന സമയത്ത് ഞാൻ വർഷം ഓർക്കുന്നില്ല, ഗാന്ധിജി തന്നെ RSSൻ്റെ ഒരു ട്രെയിനിങ് ക്യാമ്പിൽ, RSSൻ്റെ ട്രെയിനിങ് ക്യാമ്പിൽ ഇത് പരിശോധിക്കാൻ, ഗാന്ധിജി വലിയ എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് ഞാൻ കുറച്ച് പറയല്ല. അദ്ദേഹം ഇവിടെ എങ്ങനെയാണ്, ഇതിനകത്ത് എങ്ങനെയാണ് നടക്കുന്നത്, അദ്ദേഹം വന്നിട്ട് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു, എല്ലാവരും ഒരുമിച്ച് പരിപാടികളിൽ പങ്കെടുക്കുന്നു. ഇതിൽ സവർണരാണ്, അവരണരാരാണ്, അല്ലെങ്കിൽ ദളിതനാരാണെന്ന് അദ്ദേഹത്തിന് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. അപ്പോൾ പുറത്തു നിന്ന് കേട്ടതല്ല, അദ്ദേഹം അകത്ത് സംഘസ്ഥാനിൽ വന്ന് അല്ലെങ്കിൽ സംഘത്തിൻ്റെ ക്യാമ്പിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് വളരെ വ്യക്തമായി. പുറത്തിറക്കിയിട്ട് അദ്ദേഹം അത് വളരെ വ്യക്തമായിട്ട് തിരുത്തി പറഞ്ഞു, എൻ്റെ ധാരണ തെറ്റായിരുന്നു. RSSനകത്താണ്, യഥാർത്ഥത്തിൽ RSSനകത്താണ് സവർണ മേധാവിത്വം അല്ലെങ്കിൽ മറ്റേ മേധാവിത്വം ഇല്ലാത്തത് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്, ഗാന്ധിജിക്ക് തന്നെ സമ്മതിക്കേണ്ടി വന്നു. പക്ഷേ വാർത്താമാധ്യമങ്ങളും കോൺഗ്രസും ഒക്കെ അത് പുറത്തു പറയാതെ അത്തരം കാര്യങ്ങളൊക്കെ മൂടി വെച്ചു എന്നുള്ളതാണ് സത്യം. അല്ലാതെ RSSനെ സംബന്ധിച്ചിടത്തോളം ഒന്നുമില്ല. ഇതിൽ ഞാനിപ്പോൾ അടിയന്തരാവസ്ഥയെ സംബന്ധിച്ച് പറയുമ്പോൾ തന്നെ 1975 50 വർഷം മുമ്പാണ്. 50 വർഷം മുമ്പ് അടിയന്തരാവസ്ഥാ വിരുദ്ധ സമരത്തിൽ പങ്കെടുത്തതിൽ നമ്മുടെ കൊച്ചു കേരളത്തിലെ വയനാട് ജില്ലയിലെ ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള 14 സ്വയംസേവകർ ഈ സത്യാഗ്രഹ സമരത്തിൽ പങ്കെടുത്ത് പോലീസിൻ്റെ മർദ്ദനമേറ്റ് ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. അതിൽ 6 പേര് മരിച്ചുപോയി, ബാക്കി ആളുകൾ ജീവിച്ചിരിക്കുന്നുണ്ട്. ആദിവാസി വിഭാഗത്തിൻ്റെ RSSൻ്റെ സ്വയംസേവകർ അവർ സംഘത്തിൻ്റെ ആഹ്വാനമനുസരിച്ച് അടിയന്തരാവസ്ഥാ വിരുദ്ധ സമരത്തിൽ പങ്കെടുത്തു, മർദ്ദനമേറ്റു, പോലീസിൻ്റെ ജയിലിൽ പോയി. അപ്പോൾ അങ്ങനെ RSSന് അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ല. അത് 50 വർഷം മുമ്പാണ്, ഇപ്പോഴല്ല. 50 വർഷം മുമ്പ് നടന്ന അടിയന്തരാവസ്ഥാ വിരുദ്ധ സമരത്തിൽ വയനാടിലെ ആദിവാസി സമൂഹത്തിൽ നിന്ന് 14 പേര് ഈ സത്യാഗ്രഹ സമരത്തിൽ പങ്കെടുത്തു, പോലീസിൻ്റെ മൃഗീയമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി. അപ്പോൾ അവരെയൊക്കെ ഇടിച്ചപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചോദിച്ചു, നിനക്കെന്താണ് അതിൽ കാര്യം എന്നാണ്. അതായത് അവർ പിന്നോക്ക വിഭാഗത്തിൽ നിൽക്കുന്ന ആദിവാസികൾക്ക് എന്താ ഇതിൽ കാര്യം, ഇത് സവർണരുടെ പാർട്ടി അല്ലെങ്കിൽ പോലീസുകാരൻ്റെ തലയിൽ അതാ കയറിയേക്കണം. പക്ഷേ
അവർ വളരെ സന്തോഷപൂർവ്വം ആ സമരത്തിൽ പങ്കെടുത്തു, പോലീസിൻ്റെ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി ജയിലിൽ പോയി. അതാണ് RSSൻ്റെ ചരിത്രം. അപ്പോൾ അതിലൊന്നും വലിയ അർത്ഥമില്ല. വെറുതെ ആളുകൾ ഒരു ആരോപണം പറയാം എന്നുള്ളതല്ലാതെ ഇനി പുറത്തു നിന്ന്, ഞാൻ ഇപ്പോഴും പറയുന്നു, പുറത്തു നിന്ന് ഇങ്ങനെ ആരോപിക്കുന്ന ആളുകൾ RSSൻ്റെ ശാഖയുടെ അകത്ത് വരട്ടെ. RSSൻ്റെ പ്രവർത്തനം പുറത്തു നിന്ന് വീക്ഷിക്കുന്നതല്ലാതെ അകത്ത് വന്നാൽ അവരാരും RSSനെതിരെ ഇത് പറയില്ല. പിന്നെ അവരുടെ രാഷ്ട്രീയം, നിലനിൽപ്പ്, അതൊക്കെ വെച്ചിട്ടാണ് ഇത് പറയുന്നത്. അതാണ് അത്ര വളരെ വ്യക്തമാണ് RSSൻ്റെ പ്രവർത്തനം. ഇത് ആർക്കും വന്ന് RSS ഒരു അടച്ചിട്ട മുറിയിലല്ല. RSS തുറന്ന ഗ്രൗണ്ടിലാണ് പ്രവർത്തിക്കുന്നത്. ഒരു അടച്ചിട്ട മുറിയിൽ വളരെ രഹസ്യമായിട്ട് അവനെ നമ്മൾ കൊല്ലണം, ഇവനെ കൊല്ലണം, അതൊന്നും അവിടെ ചർച്ച ചെയ്യുന്നില്ല. അതല്ല സംഭവം. RSS അവിടെ യുവാക്കന്മാർ ഗ്രൗണ്ടിൽ വരുന്നു, കളിക്കുന്നു, അവർ വ്യായാമം ചെയ്യുന്നു, അവർ പാട്ട് പാടുന്നു, ദേശഭക്തി ഗാനങ്ങൾ പാടുന്നു, പ്രാർത്ഥന പാടുന്നു. അതിലൂടെ RSS ഈ 100-ാം വർഷം വരുന്ന സമയത്ത് വളരെ വിജയകരമായ മുന്നേറ്റം നടത്താൻ സാധിച്ചിട്ടുണ്ട്. അത് ഭാരതത്തിൽ മാത്രമല്ല, വിദേശ രാജ്യങ്ങളിലും RSSൻ്റെ പ്രവർത്തനം വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്.